പശ്ചിമേഷ്യ അസ്വസ്ഥമാണ്. ഇറാനെതിരെ അമേരിക്കയും ഇസ്രയേലും നടത്തിയ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ മേഖലയിൽ പുതിയ പ്രതിരോധ സഖ്യങ്ങൾ രൂപമെടുക്കുന്നു എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സൗദിയുമായുള്ള ആണവ ശക്തികളുടെ പരസ്പര പ്രതിരോധത്തിനുള്ള കൂട്ടായ്മയിൽ ചേരാൻ ഖത്തറും തുർക്കിയും താൽപര്യം പ്രകടിപ്പിച്ചുവെന്നാണ് പാകിസ്ഥാന്റെ വെളിപ്പെടുത്തൽ. നീക്കങ്ങൾ പുരോഗമിക്കുന്നതേയുള്ളൂവെന്നും അന്തിമ തീരുമാനമായില്ല എന്നും പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫാണ് അറിയിച്ചത്. സൗദിയുടെയും ഖത്തറിന്റെയും എണ്ണ സമ്പത്തും തുർക്കിയുടെ അത്യാധുനിക പ്രതിരോധ സംവിധാനവും പാകിസ്ഥാന്റെ ആണവ ശക്തിയും ചേരുമ്പോൾ പ്രദേശത്തിന്റെ സുരക്ഷ ഭേദിക്കാൻ കഴിയാത്ത ഒന്നായി മാറുമെന്നാണ് വിലയിരുത്തലുകൾ. അങ്ങനെയാണെങ്കിൽ പശ്ചിമേഷ്യയിലെ സുന്നി നേതൃത്വത്തെ ചൊല്ലിയാണ് ഇസ്ലാമിക രാജ്യങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടായിരുന്നത്. അതിനാൽ ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ചിരവൈരികളായ സൗദിയുടെയും തുർക്കിയുടെയും ഒന്നിക്കൽ കൂടിയാകും ഇതോടെ സംഭവിക്കുക. 2025 സൗദിയും പാകിസ്ഥാനുമായി സ്ട്രാറ്റജിക് മ്യൂച്വൽ ഡിഫൻസ് എഗ്രിമെന്റിൽ ഒപ്പുവെച്ചത്. ഇതുപ്രകാരം സഖ്യരാജ്യത്തിനെതിരെ ആക്രമണത്തെ തങ്ങൾക്കെതിരായ ആക്രമണവുമായി കൂടി കണ്ട് പ്രതിരോധിക്കുമെന്നായിരുന്നു കരാർ. ഇത് നാറ്റോയിലെ 5ാം അനുച്ഛേദത്തിന് തുല്യമാണെന്നാണ് ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ സഖ്യം ഇറാൻ യുദ്ധത്തോടെ വിശാലമാവുകയാണെന്നും പശ്ചിമേഷ്യയുടെ സുരക്ഷിതത്വത്തിന് യുഎസിനെ ആശ്രയിക്കുന്നതിൽ കാര്യമില്ല എന്നത് തെളിഞ്ഞതുകൊണ്ടാണ് പുതിയ സഖ്യസാധ്യത വർദ്ധിക്കുന്നതെന്നുമാണ് വിലയിരുത്തലുകൾ. പശ്ചിമേഷ്യയിലും യുഎസ് സ്വന്തം താൽപര്യങ്ങളും ഇസ്രയേലിന്റെ താൽപര്യങ്ങളും മാത്രമേ സംരക്ഷിക്കുന്നുള്ളൂവെന്ന് യുദ്ധത്തോടെ തെളിഞ്ഞുവെന്നും അതുകൊണ്ട് പ്രദേശത്തിന്റെ സുരക്ഷിതത്വത്തിന് പുതിയ സംവിധാനങ്ങളും സുഹൃത്തുക്കളെയും കണ്ടെത്തേണ്ടതുണ്ടെന്ന് അങ്കാര കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു നയതന്ത്രജ്ഞൻ പറഞ്ഞതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതേസമയം പാകിസ്ഥാൻ മുൻകൈയെടുത്തുള്ള ഈ സഖ്യത്തിലേക്ക് തുർക്കിയും ചേരുന്നത് ഇന്ത്യക്ക് വെല്ലുവിളിയാകുമെന്നാണ് വിലയിരുത്തലുകൾ. ഓപ്പറേഷൻ സിന്ധൂറിനിടെ പാകിസ്ഥാനെ തുർക്കി ആയുധങ്ങൾ നൽകി സഹായിച്ചിരുന്നു. ഇന്ത്യക്ക് പുറമെ ഇസ്രയേൽ, അർമേനിയ, സൈപ്രസ് തുടങ്ങിയ രാജ്യങ്ങളും സഖ്യം പ്രത്യക്ഷ വെല്ലുവിളിയായേക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സൗദി പാകിസ്ഥാൻ കരാറിലേക്ക് തുർക്കിയും ഖത്തറും എത്തുന്നതോടെ നിർണായക ശക്തിയായി ഇസ്ലാമിക് നാറ്റോ മാറുമെന്നാണ് രാജ്യാന്തര മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം യുഎസ് ആക്രമണത്തിൽ നിന്ന് രക്ഷയേകാനായി ഇറാന്റെ സേനാ വിമാനത്തിന് പാകിസ്ഥാൻ തങ്ങളുടെ വ്യോമതാവളത്തിൽ അഭയമേകിയെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ യുഎസ് മാധ്യമമായ CBS ന്യൂസ് അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് നൽകിയ റിപ്പോർട്ട് വഴിതെറ്റിക്കുന്നതാണെന്നാണ് പാകിസ്ഥാന്റെ പക്ഷം. യുഎസ് വ്യോമാക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി സിവിലിയൻ വിമാനങ്ങളിലൊന്ന് ഇറാൻ അഫ്ഗാനിസ്ഥാനിൽ പാർക്ക് ചെയ്തെന്നും CBS ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. ഇക്കാര്യം അഫ്ഗാനിസ്ഥാനും നിഷേധിച്ചിരുന്നു. നിരീക്ഷണ വിമാനം ഉൾപ്പെടെ ഏതാനും സേനാ വിമാനങ്ങൾ ഇറാൻ പാകിസ്ഥാനിലെ നൂർഖാൻ വ്യോമതാവളത്തിലേക്ക് അയച്ചു എന്നാണ് CBS ന്യൂസ് റിപ്പോർട്ട് ചെയ്തത്. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏപ്രിലിൽ ഇറാനുമായുള്ള വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് വിമാനം ഇവിടെ എത്തിയതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ പാകിസ്ഥാനിലുള്ള ഇറാൻ സേനാ വിമാനം എത്തിയത് ഇറാനും യുഎസും തമ്മിലുള്ള ആദ്യ ചർച്ചയ്ക്ക് പിന്നാലെയാണെന്നാണ് പാക് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞത്. തുടർ ചർച്ചകൾ ഉണ്ടാകുമെന്ന് കരുതി ഇവിടെ തങ്ങുകയും ചെയ്തു. വിമാനത്തിന്റെ വരവിന് സൈനിക അടിയന്തരാവസ്ഥകളുമായി ബന്ധമില്ല എന്ന് പാകിസ്ഥാൻ അറിയിച്ചു. ഇറാൻ യുഎസ് സമാധാന ചർച്ചയ്ക്ക് പാകിസ്ഥാൻ മധ്യസ്ഥത വഹിക്കുന്നത് നിഷ്പക്ഷമായാണെന്നും പറയുന്നു. അതേസമയം യുദ്ധം തുടങ്ങുന്നതിന് തൊട്ടു മുൻപാണ് ഇറാനിലെ മഹാൻ എയറിന്റെ സിവിലിയൻ വിമാനം കാബൂളിൽ ഇറങ്ങിയതെന്ന് അഫ്ഗാൻ സിവിൽ വ്യോമയാന ഉദ്യോഗസ്ഥൻ പറഞ്ഞു. യുദ്ധം തുടങ്ങിയതോടെ ഇറാൻ വ്യോമപാത അടച്ചതിനാൽ അത് അവിടെ തന്നെ തുടർന്നുവെന്നും അറിയിക്കുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.